അപ്പോൾ പാർത്ഥസാരഥി സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നമ്മൾ കുംഭമേളയായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം നമ്മളിപ്പോൾ സുപ്രീം കോടതി ഏപ്രിലിൽ ഒരു 7 വിഷയങ്ങൾ പരിഗണിക്കുന്നുണ്ട്. അതിലൊന്ന് നമ്മൾ കേരളമായിട്ട് ബന്ധപ്പെട്ട് ശബരിമല ഇഷ്യൂസാണ്. പിന്നെ 2 ഈ പെൺസുന്നത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിലെ പെൺസുന്നത്ത് യഥാർത്ഥത്തിൽ അതിനകത്ത് ഒരുപാട് തർക്കങ്ങളും വരുന്നുണ്ട്. പെൺസുന്നത്ത് ഇസ്ലാമിൽ ഇല്ല എന്നും അതുണ്ട് എന്നും അങ്ങനെ ഒരു തർക്കങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് വിവരിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ പലയിടത്തും ഉയർന്നു കേൾക്കുന്നൊരു ഒരു ഒരു പേരാണ് ഈ ദാവൂദ് ബോറ കമ്മ്യൂണിറ്റി. അതിനെക്കുറിച്ചും അത് എന്താണെന്നും അതുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്നും കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. ഈ സുപ്രീം കോടതി പരിഹരിക്കുന്ന ആ ഒരു മനുഷ്യാവകാശത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു 7ഓളം കേസുകൾ ഒരു പ്രധാന വിഷയം തന്നെയാണ് ഈ ദാവൂദി ബോറ എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ. അതാണിപ്പോൾ ചർച്ചയ്ക്ക് വരുന്നത്. ഇപ്പോൾ ദാവൂദി ബോറ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാം മത വിശ്വാസികൾ തന്നെയാണ്. ഇസ്ലാം മത വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഒന്ന് സുന്നികളോട് ബന്ധപ്പെട്ട് വരുന്നവർ, പിന്നീട് ഷിയാക്കൾ എന്ന് പറയുന്നത്. ഈ ഷിയാക്കളിൽ തന്നെ ഒത്തിരി അവാന്തര വിഭാഗങ്ങളുണ്ട്. അവരുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ഇമാമുമാരുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് അവരുടെ ഒരു വിഭാഗങ്ങൾ വേർതിരിക്കുന്നത്. 5 ഇമാമിനെ അംഗീകരിക്കുന്നവരുണ്ട്, 7 ഇമാമിനെ അംഗീകരിക്കുന്നവരുണ്ട്. ആ രീതിയിലാണ് പോകുന്നത്. ഇത്ന ഇഷാരി എന്നൊക്കെ പറയുന്ന ആ രീതിയിലൊക്കെ പോകുമ്പോൾ അതിൽ 7 ഇമാമിനെ അംഗീകരിക്കുന്ന ഷിയ വിഭാഗമാണ് ഈ ഇസ്മൈലികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്മൈലികൾ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഈജിപ്തിലെയും അതുപോലെ യമനിലെല്ലാം വളരെ പ്രൗഢമായ ജീവിതമുണ്ടായിരുന്ന അല്ലെങ്കിൽ അധികാരമുണ്ടായിരുന്ന വിഭാഗമായിരുന്നു. 12-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയായിരുന്നു ഈജിപ്തിലെ യമനിലെ വിഭാഗം. ആ കാലഘട്ടത്തിൽ തന്നെ ആ ഇസ്മൈലി വിഭാഗം ഇന്ത്യയിലേക്കും ചേക്കേറുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർ ഗുജറാത്ത് മേഖലയിലേക്കാണ് വരുന്നത്. ഗുജറാത്ത് മേഖലയിലേക്ക് വരുന്നു. അവരിവിടെ ഉണ്ടാകുന്ന ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന കൺവർഷൻ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കോജകളും അതുപോലെ തന്നെ ബോറകൾ എന്ന് പറയുന്ന 2 കമ്മ്യൂണിറ്റിയായിട്ട് മാറുകയാണ്. അപ്പോൾ കോജകളോട് ബന്ധപ്പെട്ട് ചരിത്രം മറ്റൊരു വശത്തേക്ക് പോകുമ്പോൾ തന്നെ ഈ ഇസ്മൈലികളോട് ബന്ധപ്പെട്ട് വരുന്ന, അതായത് ഷിയാക്കളോട് ബന്ധപ്പെട്ട് വരുന്ന ഇസ്മൈലികൾ ഇന്ത്യയിലെ ആദ്യഘട്ടത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അവർ ഈ ബ്രാഹ്മൺ സമുദായത്തിലുള്ള അതുപോലെ ജൈന വിഭാഗത്തിലുള്ള ആൾക്കാരിൽ നിന്നാണ് കൺവർഷൻ നടത്തുന്നത്. അപ്പോൾ ഒരു ഉയർന്ന ജാതി എന്നുള്ള രീതിയിലാണ് അവർ കൺവർഷൻ നടത്തുന്നത്. പിന്നീട് ഒരു 12-ാം നൂറ്റാണ്ടാകുമ്പോൾ പിന്നീട് അവർ കച്ചവടമൊക്കെ ഉണ്ടല്ലോ, കച്ചവട കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങളുള്ളൊരു കൺവർഷൻ നടത്തുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു സമ്പന്നതയോട് നിലനിൽക്കുന്ന, അതായത് അധികം ദാരിദ്ര്യമില്ലാത്ത ഒരു ജനവിഭാഗത്തിൽ നിന്നാണ് ഇവർ കൺവർഷൻ നടത്തുന്നത്. കാരണം ഇവർ മതം മാറുന്നതിൻ്റെ, അതായത് ഇന്ത്യയിൽ ഇത്തരം വിഭാഗങ്ങൾ മതം മാറുന്നൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഗുജറാത്ത് കേന്ദ്രീകരിച്ചാണ് ഇവരുടെ നിലനിൽക്കുന്നത്. കാരണം ഗുജറാത്ത് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ അറേബ്യയോടും അതുപോലെ യൂറോപ്പിനോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന ഈ സ്പൈസസിൻ്റെ കച്ചവടം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇടനാഴിയാണ്. അപ്പോൾ ആ സമ്പന്നത എന്ന് പറയുന്ന ഈ കച്ചവടത്തിൽ ഇവർക്ക് ഏർപ്പെടാൻ പറ്റും മതം മാറുമ്പോൾ. അങ്ങനെയാണ് ആ കച്ചവട കാര്യങ്ങളുടെ കൂടി ബന്ധപ്പെട്ട് അവരുടെ സമുദായമോ അല്ലെങ്കിൽ ആ വിഭാഗത്തുണ്ടാകുന്ന ഉയർച്ച കണ്ടുകൊണ്ടാണ് അവർ മതം മാറുന്നത്. അപ്പോൾ അങ്ങനെ മതം മാറി ഇങ്ങനെ പോകുന്ന സമയത്ത് പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ബോറ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ബോറ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം തന്നെ ഈ ട്രേഡേഴ്സ് എന്നുള്ളൊരു വാക്കാണ് അത് ശരിക്കും പറയുന്നത്. അപ്പോൾ കച്ചവടക്കാരോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഭാഗമായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ടത് അവർ ഈ സുന്നികളോട് ബന്ധപ്പെട്ടല്ല, മറിച്ച് അവരുടെ എതിർപക്ഷത്ത് ഉണ്ടെന്ന് നമ്മൾ കണക്കാക്കുന്ന ഈ ഷിയാക്കളോട് ബന്ധപ്പെട്ട് വരുന്ന ഇസ്മൈലി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അവർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടമൊക്കെ അങ്ങനെ പോകുന്ന സമയത്ത് പിന്നീട് അവർ ഒരു ഇവിടെ ഉണ്ടാകുന്ന കുറേ ആൾക്കാരുടെ എല്ലാം കടന്നുകയറ്റങ്ങൾ അല്ലെങ്കിൽ മതത്തോട് ബന്ധപ്പെട്ട ചിന്താഗതി ചോദ്യം ചെയ്യുന്നു വരുമ്പോൾ അവർ ഹിന്ദു മതത്തിലേക്ക് പിന്നീട് പലരും മതം മാറുന്നുണ്ട്. അപ്പോൾ ഹിന്ദു മതത്തിലേക്ക് മതം മാറുമ്പോൾ അവരുടെ ഇടയിൽ തന്നെ പിന്നീടും പ്രേക്ഷിത പ്രവർത്തികൾ നടക്കുമ്പോൾ അവരുടെ ഇടയിൽ തന്നെയുള്ള, അതായത് ഈ ഇസ്ലാം മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് മാറിയവർ പിന്നീടും ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ കുറേ ആൾക്കാരെല്ലാം ഈ പറയുന്ന സുന്നി മതഹബായിട്ട് ബന്ധപ്പെട്ടാണ് മാറുന്നത്. കുറേ ആൾക്കാരെല്ലാം ഇതുപോലെ തന്നെ ഈ പറയുന്ന ഷിയാക്കളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരുടെ ഇടയിൽ പ്രേക്ഷിത പ്രവർത്തി നടത്തിയ ആൾക്കാരുടെ പേരിനോട് ബന്ധപ്പെടുത്തിയാണ് പിന്നീട് ഇവരുടെ ഒരു ചരിത്രം പോകുന്നത്. അപ്പോൾ അതിൽ ദാവൂദ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തി നടത്തിയ ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ അനുയായികളിൽ നിന്നാണ് ഈ ദാവൂദി ബോറ എന്ന് പറയുന്ന ഒരു പേര് വരുന്നത്. അപ്പോൾ ദാവൂദി ബോറ എന്ന് പറയുന്ന ആ പേരുകളുടെ ഒപ്പം തന്നെ മറുപക്ഷത്ത് സുലൈമാനി എന്ന് പറയുന്ന ഒരു വിഭാഗം വരുന്നുണ്ട്. സുലൈമാൻ ഹസൻ എന്ന് പറയുന്ന ഒരാളോട് ബന്ധപ്പെട്ടാണ് അത്തരം പേരുകൾ വരുന്നത്. അപ്പോൾ സുന്നികളായിട്ടുള്ളവരുമുണ്ട്, അതുപോലെ തന്നെ ഷിയാക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ സുന്നികളായിട്ടുള്ള ആൾക്കാർ ഹനഫി മദ്ഹബാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കോടതി പരിഹരിക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ മുന്നിലുള്ള കേസ് എന്ന് പറയുന്നത് ദാവൂദി ബോറ എന്ന് പറയുന്ന ഷിയ കമ്മ്യൂണിറ്റിയുടെ ഇടയിലെ പെൺകുട്ടികൾ നടത്തുന്ന ക്രിസരി ഛേദനം അല്ലെങ്കിൽ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പെൺ സുന്നത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പരിഹരിക്കുക എന്നുള്ളതാണ്. കാരണം മനുഷ്യൻ്റെ അവകാശങ്ങളെ നിരാകരിക്കുന്ന മതപരമായ ഒരു കാഴ്ചപ്പാടായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. നമുക്കറിയാം
2016 ഹിന്ദുവിൽ വന്നൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് മുംബൈയിലെ ഈ പറയുന്ന ബോറ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകളെല്ലാം തന്നെ മുംബൈ പട്ടണത്തിൽ ഒരു സ്ട്രൈക്ക് നടത്തുകയാണ്. അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇടയിൽ നടത്തുന്ന ഇത്തരം അനാചാരങ്ങൾ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ സമരപരിപാടി മുന്നോട്ട് വെക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് ഈ പറയുന്ന ബോറ കമ്മ്യൂണിറ്റിയോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു വിഭാഗം തന്നെ ഓസ്ട്രേലിയയുമുണ്ട്. അപ്പോൾ ഇതിനോടുള്ള ഒരു അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിലും ആ ദിവസം തന്നെ അവർ സമരം നടത്തുന്നുണ്ട്. അപ്പോൾ ബോറ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ശരീരത്തിൻ്റെ അവകാശികൾ ഞങ്ങൾ തന്നെയാണ്, ഒരു മതപണ്ഡിതനും അതിൽ അവകാശമില്ല, ഞങ്ങളുടെ ശരീരത്തിലുള്ള ഞങ്ങളുടെ വ്യക്തിത്വത്തിലുള്ള അവകാശം തിരിച്ചു തരണമെന്നുള്ളൊരു ബോധത്തോടു കൂടിയാണ് ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഈ ബോറ കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ ജനതയെ സംബന്ധിച്ച് നമ്മളൊരു അജ്ഞതയോടെയാണ് കണക്കാക്കുന്നത്. കാരണം കേരളത്തിൽ സമൂഹം എന്ന് പറയുന്നത് സുന്നി വിശ്വാസം പുലർത്തുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇസ്ലാം മതത്തിനിടയിൽ നിലനിൽക്കുന്നില്ല ഒരു ചിന്താഗതി പുലർത്തുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടി മാധവമേനോൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകം എന്ന് പറയുന്നത് എ ഹാൻഡ് ബുക്ക് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ 2ാമത്തെ വോളിയത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ അതുപോലുള്ള പട്ടണ പ്രദേശങ്ങളിൽ ബോറ കമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് 2002 ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത്തരം പ്രദേശങ്ങളിൽ ബോറ കമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ബോറ കമ്മ്യൂണിറ്റി പ്രത്യേകതയുണ്ട്. ഇവരെന്ന് പറയുന്ന മറ്റ് ഇസ്ലാം മത വിശ്വാസികളുമായിട്ട് അധികം ബന്ധപ്പെടാൻ ശ്രമിക്കാത്തവരാണ്. കാരണം ഇവർ മനസ്സിലാക്കുന്നത് ഞങ്ങളൊരു പ്രത്യേക ഉന്നത കുല ജാതരാണെന്നൊരു ബോധമുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ മഹലിനോട് ബന്ധപ്പെടുത്തി ഇവർക്ക് പ്രത്യേക പള്ളികളും മഹല്ലുകളും ഉള്ളതാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ഇതര അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിലുള്ള മുസ്ലിങ്ങൾക്ക് ഇവരെ പറ്റി അറിയാൻ പറ്റാത്തത്. അപ്പോൾ ഇത്തരമൊരു ചിന്താഗതി ബോറ കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇസ്ലാം മതത്തിന് ഇടയിൽ നിലനിൽക്കുന്നുണ്ട്, ഇസ്ലാം മത വിശ്വാസികളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാം മത വിശ്വാസികളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഷാഫി മദ്ഹബ് പുലർത്തുന്നവരാണ്. അതായത് അവരുടെ നിയമപരമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ഷാഫിസത്തോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഇമാം ഷാഫി മുന്നോട്ട് വെച്ചിട്ടുള്ള ആദർശങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഷാഫിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈറ്റില്ലം എന്ന് പറയാവുന്നത് ഈജിപ്റ്റാണ്. അപ്പോൾ ഈജിപ്തിലാണ് ഈ പറയുന്ന ഷാഫികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഈജിപ്തിൽ 1969 ഏപ്രിൽ മാസം ഈ മതപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണെന്ന് കണ്ടുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണകൂടം പെൺ സുന്നത്തിന് നിരോധിക്കുന്നുണ്ട്. അതായത് ഇമാം ഷാഫി പറയുന്നത് പെൺകുട്ടികളിലുള്ള ക്രിസരീചേതനം എന്നറിയപ്പെടുന്ന പെൺ സുന്നത്ത് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്ന് പറയുന്നത്. അപ്പോൾ ഈജിപ്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈജിപ്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈജിപ്തിനോട് ബന്ധപ്പെട്ട് വരുന്ന ആ ജനവിഭാഗത്തിനിടയിൽ അത് നിരോധിക്കപ്പെട്ടിട്ടും അതായത് 2024 റിപ്പോർട്ട് അനുസരിച്ച് അതിൻ്റെ ആധിക്യം ഉണ്ടായിട്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈജിപ്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് ഈജിപ്തിനോട് ബന്ധപ്പെട്ട് വരുന്ന സുഡാനിൽ നിലനിൽക്കുന്നുണ്ട്, അതിൻ്റെ തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ജിബൂട്ടിയിൽ നിലനിൽക്കുന്നുണ്ട്, എറിത്രയിൽ നിലനിൽക്കുന്നുണ്ട്, സോമാലിയിൽ നിലനിൽക്കുന്നുണ്ട്. സോമാലിയോട് ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രശസ്തമായ ഒരു എഴുത്തുകാരുണ്ട് അയാൻ ഹിർസി അലി എന്ന് പറയുന്നത്. അവരുടെ പ്രശസ്തമായ ധാരാളം ബുക്കുകളുണ്ട്. നൊമാഡ്സ് എന്ന് പറയുന്ന ബുക്കുണ്ട്, ഹെർട്ടിക്സ് ഉണ്ട്, ദ കേജ്ഡ് വിർജിൻ ഉണ്ട്. അപ്പോൾ ഇത്തരം ബുക്കുകളിലെല്ലാം അവർ അനുഭവിച്ചിട്ടുള്ള ഈ പീഡനത്തെ പറ്റി അവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു പുസ്തകം എന്ന് പറയുന്നത് നൊമാഡ് എന്ന് പറയുന്നത് 2010 ഇറങ്ങിയ ബുക്കാണ്. അതിൽ അവരും പറയുന്നുണ്ട്, അതിലവർ പറയുന്നത് 2010 ഇറങ്ങിയ ബുക്കിൽ അവർ സ്വീകരിക്കുന്ന ആധികാരിക രേഖകളെ ഉപയോഗിച്ചുകൊണ്ട് അവർ പറയുന്നത് 13 കോടി ജനങ്ങൾ ഈ ലോകത്ത് ഇതുപോലെ സുന്നത്ത് കർമ്മത്തിന് വിധേയരായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഓരോ ദിവസവും 6000-ഓളം പെൺകുട്ടികൾ ഈ നിഷ്ഠൂര കർമ്മത്തിന് വിധേയരാണെന്നാണ് 2010 നൊമാഡ്സിലെ ആ ബുക്കിൽ പറയുന്നത്. അതിനോട് ബന്ധപ്പെടുത്തി തന്നെ നമ്മൾ പോകുമ്പോൾ 2016 ഈ പറഞ്ഞ യൂണിസെഫിന്റെ റിപ്പോർട്ടുണ്ട്. 2016 റിപ്പോർട്ടിൽ പറഞ്ഞ 20 കോടിയായിട്ടാണ് വർദ്ധിക്കുന്നത്. 2024 അതുപോലെ തന്നെ യൂണിസെഫിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് 23 കോടിയാണ്. അപ്പോൾ അത്തരം ദൈർഘ്യമാണ് ഇതിൽ കാണിക്കുക, അത്തരം വളർച്ചയാണ് കാണിക്കുന്നത്. കാലം കടന്നു പോകും തോറും ഇതിന്റെ വളർച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്ലാം മത വിശ്വാസികളുടെ ഇടയിൽ നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ തന്നെയാണ് ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന സോമാലിയ, സുഡാൻ ആകട്ടെ, ഈജിപ്റ്റ് ആകട്ടെ, ഈ പ്രദേശങ്ങളെല്ലാം നിലനിൽക്കുന്നു പറയുന്നത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പുസ്തകമാണ് നൂർ സഹീർ എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണ്. ഡൽഹിയോട് ബന്ധപ്പെട്ട് വരുന്ന ഉറുദു അക്കാദമിയിൽ ഒരു അംഗം കൂടിയാണ് അവർ. അവരുടെ ഏറ്റവും പ്രശസ്തമായ ബുക്ക് എന്ന് പറയുന്നത് ഡിനൈഡ് ബൈ അള്ളാഹ് എന്ന് പറയുന്ന ഒരു പുസ്തകം, അതുപോലെ തന്നെ മൈ ഗോഡ് ഈസ് എ വുമൻ എന്ന് പറയുന്ന പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഡിനൈഡ് ബൈ അള്ളാഹ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്
മൗറിറ്റാനിയ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പം മൗറിറ്റാനിയ എന്ന് പറയുന്നത് നമുക്കൊരു അറ്റ്ലാന്റിക്കിനോട് ബന്ധപ്പെട്ട് വരുന്ന ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ഒരു പ്രദേശമാണ്. അതായത് മൊറോക്കോയ്ക്ക് താഴെ സെനഗലിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശമാണ്. അവിടെ ഉണ്ടാകുന്ന 15 വയസ്സിനും 49 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ അതിനുള്ള ഒരു അവലോകനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ 4 പെൺകുട്ടികളെടുത്താൽ അതിൽ 3 പേരും ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അത് 2001 കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ നിൽക്കുന്നു. അതുപോലെ നമ്മൾ വരുമ്പോൾ ഇപ്പോൾ ഏഷ്യയിലോട് ബന്ധപ്പെട്ട് വരുന്ന ഈ പറയുന്ന ഇന്തോനേഷ്യയിൽ നിലനിൽക്കുന്നുണ്ട്, മലയിൽ നിലനിൽക്കുന്നുണ്ട്, ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഏഷ്യയുടെ ഭാഗമായിട്ടുള്ള സൗദി അറേബ്യയിൽ നിലനിൽക്കുന്നുണ്ട്, UAE നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാജ്യങ്ങളിലെല്ലാം നിലനിൽക്കുമ്പോൾ സക്രിയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ആഫ്രിക്കൻ യാത്രകൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്രയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ആഫ്രിക്കൻ, അതായത് ആഫ്രിക്കയുടെ ഈ കിഴക്കൻ തെക്കൻ പ്രദേശങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഈജിപ്തിനാകട്ടെ സുഡാനാകട്ടെ ഈ പ്രദേശങ്ങളിലെല്ലാം ഇസ്ലാം മത വിശ്വാസികളുടെ ഇടയിലും ഈ സുന്നത്ത് കർമ്മം, പെൺകുട്ടികളുടെ ഇടയിലുള്ള സുന്നത്ത് കർമ്മം നിലനിൽക്കുന്നുണ്ടെന്നാണ് സക്രിയ പോലും പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈജിപ്റ്റ് പോലൊരു പ്രദേശത്ത് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ, സക്രിയെ പോലുള്ള ആൾക്കാർ ഇത് പറയുന്നുണ്ടെങ്കിൽ, അയാം ഖിസ്സയെ പോലുള്ള ആൾക്കാർ ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിലനിൽക്കുന്നുണ്ട് പറയുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇസ്ലാം മതത്തിന്റെ അകത്ത് അത് നിലനിൽക്കുന്നുണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം വരുന്നത്, ഇതിനിടയ്ക്ക് ഒരു ചാനൽ ചർച്ചയില്ലേ, ഈ ഫസൽ ഗഫൂറും ആരിഫ് ഹുസൈനും ഒക്കെ പങ്കെടുത്തൊരു ചാനൽ ചർച്ച, എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു. അതിനകത്ത് ഈ പെൺസുന്നത്തിനെ പറ്റിയിട്ട് സംസാരിച്ചപ്പോൾ ഈ ഫസൽ ഗഫൂർ അതിനെ എതിർക്കുകയും അങ്ങനെ ഒരു സംഭവം പെൺസുന്നത്ത് എന്ന് പറയുന്നത് ഇല്ല എന്നും, പക്ഷെ എന്നാൽ അത് ആരിഫ് ഹുസൈൻ അത് പറഞ്ഞ് ഫലിപ്പിക്കാനോ അല്ലെങ്കിൽ അത് പിന്നെ ആ ചർച്ച അങ്ങോട്ട് മുന്നോട്ട് പോകാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇപ്പം സാറ് പറഞ്ഞതനുസരിച്ച് വെച്ചാണെങ്കിൽ ഇന്ത്യയിൽ പല ഭാഗത്തും നടന്നിട്ടുണ്ട്, കേരളത്തിൽ ഉണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത് ഈ ഫസൽ ഗഫൂറൊക്കെ ഈ തരത്തിലൊക്കെ പറയാൻ കാരണം? അതായത് ഇതിപ്പം ചരിത്രമാണല്ലോ, ഈ പറയുന്ന ചരിത്രമാണ്, എന്താ ഇവർക്ക് ഈ ചരിത്രം അറിയാത്തതാണോ? അല്ല, ഇതിൻ്റെ ഇടയിൽ എന്ന് പറയുന്ന ഒരു അജ്ഞതയുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഒരിക്കലും അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ബോധവും അവർക്കുണ്ട്. കാരണം ഇവരെ സംബന്ധിച്ച് അജ്ഞത ഉണ്ടെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇവർ മനസ്സിലാക്കുന്നത് മതത്തെ, അതായത് മതത്തിൻ്റെ വിശ്വാസത്തെ എന്താ തടസ്സപ്പെടുത്തുന്നു അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിശ്വാസമാണെന്നുള്ള തോന്നൽ ഒരു ചില കാലഘട്ടത്തിനോട് ബന്ധപ്പെട്ടോ ചില ഭൂപ്രദേശത്തു നിന്നുകൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന വിഭാഗങ്ങൾ രൂപപ്പെടാറുണ്ട്. അപ്പം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലേക്ക് ഇസ്ലാം മതം വന്നെന്ന് പറയുന്നത് ഈ പറഞ്ഞ മറ്റൊരു കാലഘട്ടത്തിലൂടെയാണ്, കൊടുക്കൽ വാങ്ങലോട് സംഭവിക്കുകയാണ്. അവിടെ ഒരിക്കലും ഈ പറയുന്ന രീതിയിലുള്ള സുന്നത്ത് കർമ്മങ്ങൾ വരേണ്ട യാതൊരു സാഹചര്യങ്ങളുമില്ല. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഈ അറബികളായിട്ടുള്ള ആൾക്കാരുമായിട്ട് കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ ആൾക്കാർ ഇടപഴകുന്നുണ്ടാകാം. പക്ഷേ അറബി സ്ത്രീകളെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലുള്ള സ്ത്രീകളെ വിവാഹം ചെയ്യുന്നത് വളരെ കുറവായിരിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഇത് നിലനിൽക്കുന്നുണ്ട് ഒരു തോന്നലോ ഒരു ബോധ്യപ്പെടൽ ഇവർക്ക് ഉണ്ടാവുന്നില്ല. ഞാൻ പറഞ്ഞു വെക്കുന്നു, ഇപ്പോൾ പർദ എന്ന് പറയുന്ന സമ്പ്രദായം, പർദ എന്ന് പറയുന്ന സമ്പ്രദായം 70കളിൽ കേരളത്തിൽ നിന്നും ഇതുപോലെ ജോലി അന്വേഷിച്ച് പുറത്തേക്ക് പോയ യുവജനങ്ങൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആശങ്കയുണ്ട്. അവരോട് ബന്ധപ്പെട്ട് വരുന്ന സ്ത്രീകൾ, അവരുടെ മക്കളാകട്ടെ, ഭാര്യമാരാകട്ടെ, അമ്മമാരാകട്ടെ, അവരുടെ കാര്യങ്ങളിലുണ്ടാകുന്ന ആശങ്കയോട് ബന്ധപ്പെട്ട് ഉണ്ടാകുമ്പോഴാണ് ഈ പറഞ്ഞ പർദ്ദ അവതരിപ്പിക്കപ്പെടുന്നത്. കാരണം ലൈംഗികമായി അവർ എന്താ പറയുന്നത്, അവർ തുറന്നൊരു വഴിയിലൂടെ സഞ്ചരിക്കുമെന്നും ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് അതിനെ എന്താ പറയുന്നത് ഒരു വൈകൃതമായിട്ട് കണക്കാക്കുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടി എന്നൊരു രീതിയിലാണ് ഈ പറയുന്ന പർദ്ദ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അവർ മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. പക്ഷെ സുന്നത്ത് കർമ്മത്തെ പറ്റി മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞു വെക്കുന്നത്, അറബികളായിട്ടുള്ളവരോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിനോട് ബന്ധപ്പെട്ട് വരുന്ന സ്ത്രീകളെ വിവാഹം ചെയ്യുന്ന ഒരു സമ്പ്രദായം കേരളത്തിലെ പുരുഷന്മാരെ കൊണ്ട് സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഉണ്ടോ എന്നതിനെ പറ്റിയുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് കേരളത്തിൽ ഇത് വ്യാപിക്കാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നത്, ആ ചർച്ചയോട് ബന്ധപ്പെട്ട് വരുന്നൊരു കാര്യത്തെക്കുറിച്ച് അവർ പറയുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള രീതിയിലാണ് ഫസൽ ഗഫൂർ വാദിക്കുന്നത്. അത് ഫസൽ ഗഫൂറിന്റെ അജ്ഞത തന്നെയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഉന്നത പാണ്ഡിത്യമുണ്ടെന്ന് പറയുന്നവർക്ക് പോലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അവഗാഹം ഇല്ലെന്ന് തന്നെയാണ് ബോധ്യമാകുന്നത്. ഞാൻ പറഞ്ഞു വെക്കുന്നു, ഉഹുദ് യുദ്ധത്തെ പറ്റി പറയുന്നുണ്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമാണ് ഉഹുദ് യുദ്ധം എന്ന് പറയുന്നത്. AD 625 ഏപ്രിൽ മാസം 23 ഉഹുദ് യുദ്ധം നടക്കുന്നത്. ഹിജ്റ വർഷം 3 അതിലാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, അതിൽ ഇമാം തബരിയാണ് പറയുന്നത് ഈ കാര്യം. ഇമാം തബരി എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇമാം തബരി എന്ന് പറയുന്നത്, അതായത് ഹദീസുകളെ ആധികരിച്ചുകൊണ്ടല്ല ഇസ്ലാമിൻ്റെ ചരിത്രം മുന്നോട്ട് പോകുന്നത്. അവിടെ താരിഖ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മേഖല തന്നെയുണ്ട്. താരിഖ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ ചരിത്ര രേഖപ്പെടുത്തലുകളാണ്. അതായത് ഓരോ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ ആ കാലഗണന അനുസരിച്ച് രേഖപ്പെടുത്തുന്നതാണ് താരിഖ്.
അപ്പോൾ താരിഖ് ആ ഗ്രന്ഥ ശൃംഖല ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് ഈ തബരിയുടെ ഗ്രന്ഥമാണ്. ആ തബരിയുടെ ഗ്രന്ഥത്തിൽ തബരി പറയുന്നുണ്ട്, ഈ ഉഹുദ് യുദ്ധവേളയിൽ നടക്കുന്ന സമയത്ത് ഈ ഖുറൈശി വിഭാഗങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ മുഹമ്മദിനോട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ എതിർക്കുന്നുണ്ട്. ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഈ രണ്ട് കൂട്ടരും ഖുറൈശികൾ തന്നെയാണ്. അപ്പോൾ ഈ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മുഹമ്മദിന്റെ പക്ഷത്ത് നിൽക്കുന്നവരോടൊപ്പം നിൽക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് മുഹമ്മദിന്റെ അച്ഛന്റെ സഹോദരനായിട്ടുള്ള ഹംസ ഇബ്നു മുത്തലിബ് എന്ന് പറയുന്നത്. അവരങ്ങനെ നിൽക്കുന്ന സമയത്ത് എതിർവശത്തുള്ള മറ്റൊരു ഖുറൈശി കടന്നു വരികയാണ്. ആ വരുന്ന ആളെന്ന് പറയുന്നത് സീബ ഇബ്നു അൽ ഉസ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഖുറൈശി തന്നെയാണ്. ആ സീബ ഇബ്നു അബ്ദുൽ ഉസ എന്ന് പറയുന്ന ആളെ ഈ ഹംസ എന്ന് പറയുന്ന ഒരാൾ കളിയാക്കുകയാണ്. അവർ പറയുന്നതാണ്, നീ സ്ത്രീകളുടെ ഇടയിൽ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റുന്ന സ്ത്രീയുടെ പുത്രനല്ലേ എന്ന് ചോദിക്കുന്നത്. അതായത് ഉമ്മു അന്മാർ എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ സീബയുടെ അമ്മ. അപ്പോൾ ഉമ്മു അന്മാർ എന്ന് പറഞ്ഞ സ്ത്രീ ഖുറൈശി വനിതകൾക്കിടയിൽ ഈ സുന്നത്ത് കർമ്മം നിർവഹിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വെക്കുന്നത്, അതായത് അറേബ്യയിൽ ഇസ്ലാമിന്റെ കാലഘട്ടത്തിലും ഇസ്ലാമിന് മുമ്പും പെൺ സുന്നത്ത് നിലനിന്നിരുന്നെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജാൻ ഗുഡ്വിന്റെ പ്രൈസ് ഓഫ് ഹോണർ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ആധികാരികം ഒരു ഹദീസിനെ അധികരിച്ചുകൊണ്ടാണ് പറയുന്നത്. അതായത് മക്കയിൽ നിന്നും മദീനയിലേക്ക് പ്രോഫറ്റും സംഘം എത്തിയതിനെ തുടർന്ന് അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് സുന്നത്ത് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോയ ഒരു സ്ത്രീയോട് മുഹമ്മദ് പറയുകയാണ്, അതായത് സ്ത്രീക്കും പുരുഷനും അത് ഒരുപോലെ ആവശ്യമുള്ളതാണ്, അതുകൊണ്ട് നീ അത് പൂർണ്ണമായിട്ടും മാറ്റരുതെന്ന് മുഹമ്മദ് പറഞ്ഞതായിട്ട് ഹദീസ് ഉണ്ടെന്ന് ജാൻ ഗുഡ്വിൻ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉമൈദ് കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖലീഫയാണ് ഈ പറഞ്ഞ ഹിഷാം ഇബ്നു അബ്ദുൽ മാലിക് എന്ന് പറയുന്നത്. അപ്പോൾ ഹിഷാം ഇബ്നു അബ്ദുൽ മാലിക്കിന്റെ അമ്മയെന്ന് പറയുന്ന ഒരു ബൈസാന്റിയൻ സ്ത്രീയാണ്. അപ്പോൾ ഒരു യുദ്ധത്തോടൊക്കെ ബന്ധപ്പെട്ടുണ്ടാകുന്ന എൻ്റെ വിജയം, ആ വിജയത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സൽക്കാരം നടക്കുമ്പോൾ മദ്യപാനം നടക്കുന്നുണ്ട്. ആ മദ്യപാനത്തിന്റെ ഇടയിൽ ഈ ഖലീഫയെ പോലും അവർ കളിയാക്കുന്നത് എങ്ങനെയാണ്, അതായത് ഗ്ലിറ്റോറസ് ഇല്ലാത്ത ഒരു സ്ത്രീയുടെ പുത്രനല്ലേ എന്നാണ് ഖലീഫയോട് ചോദിക്കുന്നത്. അതായത് മുസ്ലിങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അറബികളായിട്ടുള്ള അവർ മനസ്സിലാക്കുന്നത് ഗ്ലിറ്റോറസ് ഇല്ലാത്ത ഒരു സ്ത്രീ പ്രസവിച്ചാൽ അവൻ സമൂഹത്തിൽ മേന്മയില്ലാത്തവനാണെന്ന് വിശ്വാസം ഇസ്ലാം മതത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാം മതം പരിപോഷിപ്പിക്കുന്നുണ്ട്, ഇസ്ലാം മതത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് കൂടി ഇതിൽ എടുത്തു വായിക്കേണ്ടതുണ്ട്. കാരണം 1959 ഈജിപ്തിലെ ഭരണകൂടം നിയമപരമായിട്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം മതത്തിന്റെ അകത്ത് അത് നിലനിൽക്കുന്നുണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഫസൽ ഗഫൂറിനോട് ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ കേരളത്തിലെ മതത്തോട് ബന്ധപ്പെട്ട അതിൻ്റെ ഏറ്റവും ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവർ നടിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പം എന്തായാലും ഈ സുപ്രീം കോടതിയിലെ ഈ ഒരു വിഷയം പരിഗണിക്കുന്നുണ്ട്. സാറിൻ്റെ അഭിപ്രായത്തിൽ ഇത് നമ്മളങ്ങനെ ചോദിക്കാൻ പാടില്ലെങ്കിൽ തന്നെയും കോടതിയുടെ കാര്യമാണ്. ഈ കോടതിക്ക് എങ്ങനെയുള്ളൊരു തീരുമാനമാണ് ഇതിനകത്ത് എടുക്കാൻ സാധിക്കുക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്? ഇതിലിപ്പോൾ അവർ ചെയ്യാൻ പറ്റുന്നെന്ന് പറയുന്നത് വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇത് വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്, ഒരു കൂട്ടം മതവിശ്വാസികളുടെ അവകാശമല്ല. വ്യക്തികൾ ആവശ്യപ്പെടുകയാണ്, എൻ്റെ ശരീരത്തിലുള്ള എൻ്റെ പൂർണ്ണമായ അധികാരം എന്ന് പറയുന്നത് അത് എനിക്ക് തന്നെയാണെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു മതപണ്ഡിതനോ അല്ലെങ്കിൽ മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർക്കല്ലെന്നാണ് പറയുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കണം, കോടതി പോലും നിരീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം പെൺസുന്നത്ത് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ലൈംഗികമായിട്ട് ഒരു സ്ത്രീയെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. ലൈംഗികമായിട്ട് ഇല്ലായ്മ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥ പുരുഷനുണ്ടാകുന്നില്ല. കാരണം ഇവിടെ രണ്ട് രീതിയിലുള്ള സുന്നത്ത് കർമ്മങ്ങളാണ് സ്ത്രീകളുടെ ഇടയിൽ നടക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈജിപ്തിനോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന ആ പ്രദേശങ്ങളിൽ ഗ്ലിറ്റോർസ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം മാത്രമാണ് മുറിച്ചു മാറ്റുന്നത്. സോമാലിയയോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ സുഡാനോട് ബന്ധപ്പെട്ട് വരുന്ന മേഖലയിൽ വളരെ സിവിയർ ആയിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത്. അവിടെ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്ലിറ്റോറസിനോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം മുറിച്ചു മാറ്റി തുന്നിക്കെട്ടുകയാണ്. അപ്പോൾ തുന്നിക്കെട്ടുമ്പോൾ ഇവർ പറയുന്നത് എന്താണ്, ഇവർ പറയുന്ന പുരുഷന്റെ കൂടെ ഇവർ സഞ്ചരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ടാണ് ഇതിനോട് ബന്ധപ്പെട്ടവർ പറയുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്, അതായത് ആദ്യ രാത്രിയിൽ രക്തം കാണേണ്ടത്, അതായത് കന്യകയായ ഒരു സ്ത്രീയുടെ രക്തം കാണേണ്ടത് പുരുഷന്റെ ഒരു അവകാശമായിട്ട് കണക്കാക്കുന്ന സൊസൈറ്റിയാണ് ഇന്നും സ്ത്രീകൾ ഇത് ചെയ്യണമെന്ന് വാദിക്കുന്നത്. കാരണം ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾ ആദ്യ രാത്രിയിൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് അവരുടെ ഈ പറയുന്ന മുറിവല്ല ഈ തുന്നിക്കെട്ട് മാറ്റുന്നത്. സ്വാഭാവികമായിട്ടും അതിലൂടെ ഉണ്ടാകുന്ന വേദന, അതിനോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന മുറിവ്, അതിനോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ജീവഹാനികളെല്ലാം തന്നെ പുരുഷന്മാർ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ മറ്റൊരു വ്യക്തിയുടെ ഒരു ജീവന്റെ മുന്നിൽ അല്ലെങ്കിൽ ജീവന്റെ മേലുള്ള അധികാര
കൈപ്പെടുത്തലാണ്, അധികാരം കയ്യേറുന്നതായിട്ടാണ് ഇതിനെ കോടതി കണക്കാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടതി കൃത്യമായിട്ട് ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടെ ശരീരത്തിൽ പൂർണ്ണമായ അധികാരമുണ്ടെന്ന് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആ അധികാരം സ്ഥാപിച്ചു കൊടുക്കാനുള്ള നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കോടതി ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പെൺസുന്നത്തിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ആണുങ്ങളുടെ സുന്നത്ത്, അതിൻ്റെ ഒരു ഉത്ഭവവും അതിൻ്റെ ഒരു ചരിത്രവും എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റും? ഇതിൽ ഈ സുന്നത്ത് എന്ന് പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ പുരുഷന്മാരിലുള്ള സുന്നത്ത്, അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഇസ്ലാം മതം എന്ന് പറയുന്നത് അതിപ്പോൾ ഇസ്ലാം മതം എന്ന് പറയുന്നത് ക്രിസ്തു മതത്തിൻ്റെയും ജൂതമതത്തിൻ്റെയും ഒരു തുടർച്ചയാണെന്ന്. ആ ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സീറത്തുർ റസൂലുള്ള എന്ന് പറയുന്ന ആ ഗ്രന്ഥം എഴുതിയിട്ടുള്ള ഇബ്നു ഇസ്ഹാഖ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഇസ്ഹാഖ് എന്നൊക്കെ പറയുമ്പോൾ സുന്നികളായിട്ടുള്ള ആൾക്കാർ പോലും അദ്ദേഹത്തെ എന്താ പറയുന്ന ഈ ഷിയാ എന്ന് പോലും വിളിച്ച് ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പോലും പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ്. അതിൻ്റെ പറഞ്ഞു വെക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് ക്രിസ്തു മതത്തിൽ നിന്നും ജൂതമതത്തിൽ നിന്നും ഒട്ടനവധി കാര്യങ്ങൾ ഇസ്ലാം മതത്തിൻ്റെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം കിബ്ല മാറ്റുക എന്ന് പറയുന്നത്, അതിൻ്റെ ദിശ മാറ്റുക എന്ന് പറയുന്ന കാര്യങ്ങൾ, അശുറാ നോയമ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെയാണ് ഈ പറയുന്ന സുന്നത്ത് കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ സുന്നത്ത് കർമ്മത്തിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ജൂതമതത്തിലല്ല കൊണ്ടുവെക്കുന്നത്. അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കാൽദിയ എന്ന് പറയുന്ന സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. കാൽദിയ എന്ന് പറയുന്ന മെസപ്പൊട്ടേമിയയോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ സദേൺ പാർട്ടിലേക്ക് വരുമ്പോൾ, അല്ല യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും ഇടയിലുള്ള ഊർ എന്ന് പറയുന്നൊരു പട്ടണമുണ്ട്. ആ പട്ടണത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രദേശമായിരുന്നു, ആ പ്രദേശത്തെ ജനവിഭാഗമായിരുന്നു കാൽദിയന്മാരെന്നറിയപ്പെടുന്നത്. പിന്നീട് ആ കാൽദിയ സംസ്കാരത്തിൽ നിന്ന് പിന്നീട് അസീറിയൻ വിഭാഗങ്ങൾ ഏറ്റുവാങ്ങുന്നു. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ ഈജിപ്തിലേക്കും വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ സുന്നത്ത് കർമ്മം, പുരുഷന്മാരുടെ സുന്നത്ത് കർമ്മം മറ്റ് പ്രദേശങ്ങൾക്ക് വ്യാപിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബെദുവിൻ അറബികൾ അല്ലെങ്കിൽ ജൂതന്മാരായിട്ടുള്ളവരോ അല്ലെങ്കിൽ നാടോടികളായിട്ടുള്ള ഈ സെമിറ്റിക് വിഭാഗങ്ങളെല്ലാം തന്നെ ഒത്തിരി ദീർഘയാത്രകൾ ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ദീർഘയാത്രകൾ എന്നൊക്കെ പറഞ്ഞ് പകലും രാത്രിയും ഇല്ലാതെ സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ അവർ പോകുന്ന സമയത്ത് ഇവർക്ക് ജലത്തിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം അനുഭവപ്പെടുന്നുണ്ട്. കാരണം ആഫ്രിക്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിൽ തന്നെ ജലലഭ്യത കുറഞ്ഞ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫിസിക്കൽ നീഡുകളുണ്ട്. ജൈവികമായിട്ടുള്ള ആവശ്യങ്ങൾ നടത്തുമ്പോൾ പോലും അതിനോട് ബന്ധപ്പെട്ട് ശുദ്ധി വരുത്താൻ ഇവർ മറ്റു മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു സുരക്ഷിത മാർഗം എന്ന രീതിയിൽ, അതായത് സെഡോമി എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്താ പറയുന്ന ഹോമോസെക്ഷനോട് ബന്ധപ്പെട്ട് വരുന്ന ഒത്തിരി കാര്യങ്ങൾ അനുവർത്തിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇത്തരം ഒരു മാർഗം അവരുടേതായിട്ടുള്ള ലൈംഗികാവയങ്ങൾ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒരു കുറച്ചും കൂടി ഹൈജീനായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന തോന്നൽ നിന്നാണ് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ വിഭാഗങ്ങളുടെ ഇടയിലേക്ക് ഇത് വരുമ്പോൾ തന്നെ ജൂതമതത്തിൽ നിന്നാണ് ഇത് കൈക്കൊണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ജൂതമതത്തിൽ നിന്ന് കൈക്കൊള്ളുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രോഫറ്റ് മുഹമ്മദ് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രോഫറ്റ് മുഹമ്മദ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരിൽ ദൈവം തന്നെ നടത്തിയ ഒരു അടയാളമായിട്ടാണ് സുന്നത്ത് കർമ്മത്തെ മുഹമ്മദ് പറയുന്നത്. അതായത് സുന്നത്ത് കർമ്മം എന്ന് പറയുന്ന ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയോ ആ വ്യക്തിയോ തന്നെ ചെയ്യുന്നില്ല, അത് ദൈവം തന്നെ ചെയ്യുന്നതാണ്. അത് ജനിക്കുമ്പോൾ തന്നെയുള്ള ഒരു പ്രകൃതിയായുള്ള ഒരു കർമ്മമായിട്ടാണ് ഇസ്ലാം മതത്തിലെ പ്രവാചകനായി മുഹമ്മദ് പറയുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ആ മതത്തോട് ബന്ധപ്പെട്ട പ്രവാചകത്വം ലഭിക്കുന്നത് 40-ാമത്തെ വയസ്സിലാണ്, 610 കിട്ടുന്നത്. അപ്പോൾ 610 ശേഷമാണോ അദ്ദേഹത്തിൽ ഈ സുന്നത്ത് നടത്തിയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജനനത്തോട് ബന്ധപ്പെടുത്തി ആമിനയുടെ മടിയിലിരിക്കുമ്പോൾ അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കിയത് അതിനെപ്പറ്റി പറയുമ്പോഴും അദ്ദേഹത്തിൽ സുന്നത്ത് നടത്തിയതായിട്ട് യാതൊരുവിധ രേഖപ്പെടുത്തലും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇസ്ലാം മത വിശ്വാസികൾ പറഞ്ഞു വെക്കുന്നത് മുഹമ്മദ് ജനിക്കുമ്പോൾ തന്നെ സുന്നത്തിന് വിധേയനായിരുന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം അതുവരെ പറഞ്ഞിട്ടില്ല എന്നിരിക്കെ, അതുപോലെ 40 വയസ്സിൻ്റെ ഇടയിലാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത് കൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിലായിരിക്കാം അദ്ദേഹം സുന്നത്ത് കർമ്മം നടത്തിയിട്ടുള്ളത്. അതിനോട് യാതൊരുവിധ തെളിവുകളും നമുക്ക് പറയാനില്ല. കാരണം സുന്നത്തിന് സംബന്ധിക്കുന്ന മുഹമ്മദിന്റെ സുന്നത്ത് ഈ 40 വയസ്സിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു ടൈമിലോ നടത്തിയതായിട്ട് യാതൊരുവിധ രേഖപ്പെടുത്തലും നമുക്ക് കാണാത്തത് കൊണ്ട് തന്നെ മുഹമ്മദിന്റെ കാര്യത്തിൽ സുന്നത്ത് കർമ്മം നടന്നിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കാം. പക്ഷേ വിശ്വാസികൾ സുന്ന അല്ലെങ്കിൽ പ്രവാചകന്റെ ഒരു ചര്യ എന്ന രീതിയിൽ, ഒരു മാതൃക എന്ന രീതിയിൽ ഇന്നും സുന്നത്ത് കർമ്മം അനുവർത്തിച്ചു പോരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 1,24,000-ഓളം പ്രവാചകന്മാരെ പറ്റി ഇസ്ലാം മതം പറയുന്നുണ്ട്. അതിൽ 17 പ്രവാചകന്മാർ ജനിക്കുമ്പോൾ തന്നെ സുന്നത്ത് കർമ്മത്തോടു കൂടി ജനിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്ന അബ്രഹാമും ഈ പറയുന്ന മൂസയും അല്ലെങ്കിൽ യേശു ക്രിസ്തു എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പൊ ഇസ്ലാം മതത്തിന്റെയും ജൂതമതത്തിന്റെയും ക്രിസ്തു മതത്തിന്റെയും അപ്പലോസ് എന്ന് പറയുന്ന അബ്രഹാമാണ്. അബ്രഹാമിന്റെ ഒരു കാലഘട്ടത്തിൽ പറയുന്നത്, എബ്രഹാം 80-ാമത്തെ വയസ്സിൽ കോടാലി കൊണ്ട് സുന്നത്ത് കർമ്മം നടത്തിയതായിട്ടാണ് മുഹമ്മദ് പറയുന്നത്. അപ്പോൾ എബ്രഹാമിന്റെ കാര്യത്തിൽ പോലും തീർപ്പ് കൽപ്പിക്കാൻ മുഹമ്മദിനായിട്ടില്ല.
അതായത് എബ്രഹാമിന്റെ കാര്യത്തിൽ കോടാലി കൊണ്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഇതേ പ്രവാചകന്മാരുടെ കാര്യത്തിലാണ് പറഞ്ഞത്. ജനിക്കുമ്പോൾ തന്നെ പ്രവാചകന്മാരുടെ അടയാളമാണെന്ന് മുഹമ്മദ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അബ്രഹാം മതത്തിൽ നിന്ന് വരുന്ന ജൂതമതത്തിൽ നിന്നാണെന്ന് സ്വീകരിച്ചെന്ന് പറയുമ്പോൾ തന്നെ 86-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിന് ഇസ്മയിൽ ജനിക്കുന്നത്. ആ 86-ാമത്തെ വയസ്സിൽ ജനിച്ച ഇസ്മയിൽ 13 വയസ്സെത്തുമ്പോൾ അബ്രഹാമിന്റെ പ്രായം 99 വയസ്സാണ്. ആ 99-ാമത്തെ വയസ്സിലാണ് ഈ യഹോവ അബ്രഹാമിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ദൈവമായിട്ട് ഉടമ്പടി വെക്കുന്നത്. ആ ഉടമ്പടി ഭാഗമായിട്ടാണ് ജൂതന്മാർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെല്ലാം തന്നെ 8-ാം ദിവസത്തിന് മുമ്പ് അല്ലെങ്കിൽ 8-ാം ദിവസത്തോട് ബന്ധപ്പെടുത്തി സുന്നത്ത് കർമ്മം നിർവഹിക്കണമെന്ന് പറയുന്നത്. അതായത് ദൈവമായിട്ടുള്ള ഉടമ്പടിയുടെ അടയാളമാണ് ജൂതമതത്തെ സംബന്ധിച്ച് ഈ പറയുന്ന സുന്നത്ത് കർമ്മം. അവിടെ പ്രവാചകനോട് ബന്ധപ്പെട്ട് വരുന്ന മുഹമ്മദിനോട് ബന്ധപ്പെട്ടൊരു വാദഗതി നിലനിൽക്കില്ല. കാരണം ദൈവമായിട്ടുള്ള ഉടമ്പടിയുടെ ഭാഗമായിട്ട് മനുഷ്യനും ചെയ്യേണ്ട ഒരു കർമ്മമാണ് സുന്നത്ത് കർമ്മം. അപ്പോൾ 99-ാമത്തെ വയസ്സിൽ മാത്രമേ ഈ പറഞ്ഞ എബ്രഹാമും ഇസ്മയിലാകട്ടെ 13-ാമത്തെ വയസ്സിൽ മാത്രമേ സുന്നത്ത് കർമ്മം നിർവഹിക്കാനുള്ള സാഹചര്യമുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് ക്രിസ്തു മതത്തിലുള്ളവർ ഈ പറയുന്ന സുന്നത്ത് കർമ്മം അനുവദിക്കുന്നില്ല? കാരണം ക്രിസ്തുമതം എന്ന് പറയുന്ന ജൂദായുസത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞ അബ്രഹാമിന്റെ ഒരു പാരമ്പര്യം പേറുന്നവരാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാനുവരി 1 എന്ന് പറയുന്ന ഒരു ദിവസം ഈ പറയുന്ന യേശു ക്രിസ്തുവിന്റെ സുന്നത്ത് കർമ്മം നടത്തിയായിട്ട് റോമൻ കത്തോലിക്ക മതവും അതുപോലെ തന്നെ ആംഗ്ലിക്കൻ ചർച്ചുകളും അത് കൊണ്ടാടിയിരുന്നൊരു രീതി ഉണ്ടായിരുന്നു. അതായത് ക്രിസ്തു മതം വിശ്വാസിയാകാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറയുന്നത് സുന്നത്ത് കർമ്മമായിരുന്നു. പിൻകാലത്ത് ഈ പറയുന്ന ഒരു വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്ന പോളും അതുപോലെ തന്നെ ബർണബസ് എന്ന് പറയുന്ന മാർപ്പാപ്പമാരുടെ സ്വാധീനം മൂലമാണ് ഈ ക്രിസ്തുമതം സ്വീകരിക്കുന്നവർ മറ്റു മാർഗങ്ങളിലൂടെ ക്രിസ്ത്യാനിയായാൽ മതി, സുന്നത്ത് കർമ്മം ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നത്. അല്ല എങ്കിൽ ഈ പറയുന്ന 3 മതങ്ങളും ഇത് സ്വീകരിക്കേണ്ട ഒരു കാഴ്ചപ്പാടുണ്ട്. സാർ, ഇതിനായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്, ഈ ഇസ്ലാം മതത്തിൽ സുന്നത്ത് കർമ്മം ചെയ്യണം എന്നുള്ളത് വളരെ നിഷ്ഠയായിട്ട് ആചരിച്ച് പോരുന്നതാണ്. അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇസ്ലാം മതത്തിൽ? ഇല്ല, എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ലെന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട പ്രവാചകൻ പറയുന്നത് അതൊരു തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്റെ അടയാളമാണെന്ന് പറയുമ്പോൾ മനുഷ്യൻ, അതായത് വിശ്വാസികളുടെ ഇടയിൽ തന്നെ ചെയ്യുമ്പോൾ അത് ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യുകയാണെന്ന് ഞാൻ പറയുന്നത്. അത് മതത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. കാരണം ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് എന്താണ്? അതൊരു ചര്യ എന്നുള്ള രീതിയിലുള്ളതല്ല. കാരണം ഇസ്ലാം മതത്തിന്റെ ഒരു അടയാളം പ്രവാചകന്റെ ദൈവം തിരഞ്ഞെടുത്തിന്റെ അടയാളമായിട്ട് കണക്കാക്കുമ്പോൾ എല്ലാ വിശ്വാസികളും അത് ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും പ്രവാചകന്മാരാണെന്നൊരു തോന്നലുണ്ടാക്കുകയാണ് ഇവിടെ. അപ്പോൾ അതൊരു എന്താ പറയുക, ദൈവവിശ്വാസം അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലുള്ള ഒരു ആശയത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് പറയുന്ന ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സാമ്രാജ്യം അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട വിഭാഗങ്ങളായിരുന്നു മുഗളന്മാരെന്ന് പറയുന്നത്. മുഗളന്മാരോട് ബന്ധപ്പെട്ട് വരുന്ന ഇപ്പോൾ നമുക്കറിയാം അക്ബറിനോട് ബന്ധപ്പെട്ട് വരുന്ന ജഹാംഗീർ എന്ന് പറയുന്ന ഈ കർമ്മം ചെയ്തതായിട്ട് പറയുന്നില്ല, അവർ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയുന്നത്. അതുപോലെ തന്നെ അക്ബറിനോട് ബന്ധപ്പെട്ട് വരുന്ന ആ തലമുറയോട് ബന്ധപ്പെട്ട് വരുന്ന ദാര, അതുപോലെ തന്നെ അത് പറയുന്ന ജഹാംഗീർ അല്ല ഔറംഗസേബ്, ഇത്തരം ആൾക്കാരും അവരോട് ബന്ധപ്പെട്ട് വരുന്ന ഈ സുന്നത്ത് കർമ്മം നിർവഹിച്ചതായിട്ട് പറയുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ പറയുന്നത് എന്താണ്? ഇത്തരം ഒരു കർമ്മം ഇസ്ലാം മത വിശ്വാസത്തിന്റെ അകത്ത് കടന്നുകൂടേണ്ടതില്ല എന്നൊരു വിശ്വാസമാണ് പുലർത്തുന്നത്. അപ്പോൾ ഇതൊരു കമ്പൽസറി ആയിട്ടൊരു ആവശ്യമില്ല. കാരണം ഇസ്ലാം മതത്തിനിടയിൽ കമ്പൽസറി ആണെന്നൊരു വിശ്വാസം വെച്ച് പുലർത്താതിരിക്കുമ്പോൾ തന്നെ മറ്റു ചില ആൾക്കാർ, അതായത് പ്രവാചകചര്യ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് കെട്ടിലും മട്ടിലും പ്രവാചകനായിട്ട് ചമയുക എന്ന് പറയുന്നതിനോട് അടയാളമായിട്ടാണ് സുന്നത്തിനെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഈ സുന്നത്ത് കർമ്മം നിർവഹിക്കാൻ ഇവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇസ്ലാം മതത്തോട് ബന്ധപ്പെടുത്തി ഒരു രീതിയുണ്ട്, അവരുടെ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ അവർ പറഞ്ഞു വെക്കുന്നത് മരിച്ചതിന് ശേഷം അന്ത്യവിധിയോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ഒരു പുനർജന്മമുണ്ട്. ആ പുനർജന്മത്തിൽ മനുഷ്യൻ എങ്ങനെയാണോ ജനിച്ചത് ആ രൂപത്തിലായിരിക്കും സ്വർഗത്തിലെത്തുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ സുന്നത്ത് കർമ്മം ഇല്ലാതെയാണ് ജനിച്ചു വീഴുന്നത്. അപ്പോൾ മതത്തോട് ബന്ധപ്പെട്ട ഒരു ആശയം എന്ന രീതിയിൽ എന്ന രീതിയിൽ സുന്നത്ത് കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇവർ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ സ്വർഗത്തിൽ ഒരിക്കലും സുന്നത്ത് കർമ്മത്തോട് ബന്ധപ്പെട്ട ഒരു ഐഡന്റിറ്റിയും കാത്തു സൂക്ഷിക്കില്ല. അപ്പോൾ ഇസ്ലാം മതത്തിനിടയിൽ സുന്നത്ത് കർമ്മത്തിന് യാതൊരു പ്രാധാന്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. അറിഡ് റീജിയനായിട്ടുള്ള വെള്ളം വളരെ കുറവായിരുന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന ജനയെ സംബന്ധിച്ച് അവരുടെ ഹൈജീനോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾക്ക് ജലലഭ്യത കുറവായിരുന്നപ്പോൾ അതിനുള്ള ഒരു മാർഗമെന്ന രീതിയിലാണ് ഈ പറയുന്ന സുന്നത്ത് കർമ്മം നിലനിന്നത്. അതിനോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ട് പിന്നീട് ആ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇസ്ലാം മതത്തിന്റെ വേര് പിടിച്ചുകൊണ്ടാണ് ഇന്ന് സുന്നത്ത് കർമ്മം ഈ വിശ്വാസത്തിനിടയിൽ നിലനിൽക്കുന്നത്. ഓക്കെ, ഏതായാലും നമ്മൾ ഇസ്ലാമിലെ സുന്നത്തുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിശാലമായിട്ട് അതിൻ്റെ ചരിത്രം തന്നെയാണ് സാർ പറഞ്ഞത്, പ്രത്യേകിച്ചും പെൺസുന്നത്തിനെ പറ്റിയിട്ടുള്ളത്.
അത് പലർക്കും അതിനെ പറ്റിയിട്ടുള്ളൊരു അവഗാഹം ഇല്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ കാര്യത്തിൽ. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ ചർച്ചയിലും തന്നെയാണ് അവർക്ക് അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് പറയാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും നല്ലൊരു രീതിയിൽ ഒരു അറിവ് പകർന്നു തന്ന പാർത്ഥസാരഥി സാറിന് ചാനൽ 13.8 പേരിൽ നന്ദി അറിയിക്കും.